മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയോ, ഒരു കാലത്തും സ്വർഗ്ഗത്തിൽ കിടക്കാത്തവൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവൻ തന്റെ മണിയറ രഹസ്യം പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പാതിരാത്രി ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്നത് മൊബൈലിലൂടെയാണ്. പടച്ചവനെ ഭക്ഷണം കടിച്ച ഒരു ഉമ്മ ഒരു റൂമില്, മോളൊരു റൂമില്, മോനൊരു റൂമില്. പടച്ചവനെ ഇന്ന് പാതിരാത്രി വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുമ്പോ, ഉമ്മമാരെ ഈ നാവ് കൊണ്ടാണ് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം തന്റെ അനുയായികളെ കടന്നു വരുന്ന സമയം കാലിന്റെ തള്ളവിൽ നിന്ന് റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ, പാതിരാത്രി മുഴുവനും വൃത്തികേടുകൾ പറഞ്ഞ ഈ നാവ് പൊക്കിയിട്ട് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മോശമായത് പറയല്, മോശമായത് കേൾക്കല്, അത് ചെവിയുടെ വ്യഭിചാരം, അത് നാവിന്റെ വ്യഭിചാരം. അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത് കൈയുടെ വ്യഭിചാരമാണ്. അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത് കൈയുടെ വ്യഭിചാരമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, ഒരു അന്യ പുരുഷന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാൽ അവനെ തൊടുന്നതിനേക്കാളും നല്ലത് കാഷ്ടം തിന്നുന്ന പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, ആ മൃഗം കാഷ്ടത്തിന്റെ അകത്ത് കിടക്കുമ്പോ അതിനെ കെട്ടിപ്പിടിക്കടാ. ഒരു പെണ്ണിനെ തൊടുന്നതിനേക്കാളും നല്ലതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്യ പെണ്ണിനെ തൊടുന്നതിനേക്കാളും നല്ലത് പന്നിയെ കെട്ടിപ്പിടിക്കലാ. 7 വെള്ളത്തിൽ കഴുകിയാ അത് ശുദ്ധമാകുമല്ലോ. ഈ പാപം നീ എവിടെ കൊണ്ട് കഴുകിക്കളയാരാ? ഭർത്താവിന്റെ അനുജന്റെ ബൈക്കിന്റെ പുറകിൽ കയറി ഇരുന്ന് പോകുന്ന നിനക്കത് പറഞ്ഞാ തിരിയൂല. ഇതൊക്കെ പറഞ്ഞാലും പ്രായപൂർത്തിയായ പൊന്നുമോള് കുടുംബത്തിലാകുന്ന ചെറുപ്പക്കാരന്റെ ബൈക്കിന്റെ പുറകിൽ കയറ്റി യാത്രയാക്കുന്ന നിനക്കത് തിരിയൂല. പെങ്ങളെ, നാട്ടുകാരെയല്ല സൂക്ഷിക്കേണ്ടത്, അയൽവാസികളെയല്ല സൂക്ഷിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിന്റെ കുടുംബത്തിലെ അകന്ന ചെറുപ്പക്കാരെയോ. പെങ്ങളെ, ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ. അവർക്ക് പരസ്പരം തൊട്ടാലും തടകിയാലും പിടിച്ചാലും കുഴപ്പമില്ല. അതിനെക്കുറിച്ച് വഅദ് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിന് മനസ്സിലാവൂല. ചെറുപ്പക്കാരാ, പാപമാടാ. എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരീരത്ത് തൊട്ടിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട. ഇന്നി അഖാഫുല്ലാഹ്, അല്ലാഹുവിനെ ഭയക്കണം ചെറുപ്പക്കാരാ. എന്റെ ശരീരത്തെ തൊടല്ലേ എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടാകണം പൊന്നുമോര്.